ഡ്രീം മലയാളം പോഡ്കാസ്റ്റിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു അതുല്യ ബാസ്കറ്റ്ബോൾ കളിക്കാരിയാണ്. കേരളത്തിൽ നിന്നും തുടങ്ങി പിന്നെ ഇന്ത്യയുടെ നീലക്കുപ്പായം അണിഞ്ഞ് ഇപ്പോൾ അമേരിക്കയിലെ ബാസ്കറ്റ്ബോൾ കോർട്ടുകളിൽ തീ പാറിക്കുകയാണ് ഈ മിടുക്കി. കേരളത്തിൻ്റെ അഭിമാനമായ ആൻ മേരി സക്കറിയ എന്ന യുവ പ്രതിഭയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സംഭാഷണം കഴിഞ്ഞ വർഷം നടന്നതാണ് കേട്ടോ. പലതരം തിരക്കുകൾ കാരണം ഇതിൻ്റെ റിലീസ് വൈകിപ്പോയി. അതിൽ ക്ഷമ ചോദിക്കുന്നു. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് ആൻ മേരി സക്കറിയയുടെ അടുത്തേക്ക് ചെല്ലാം. ആൻ, വെൽക്കം ടു ഡ്രീം മലയാളം. വളരെ വളരെ സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കോളേജിന്റെ കാര്യം, പിന്നെ എന്റെ ഫാമിലി എല്ലാരും ഹാപ്പിയാണ്. എന്റെ ഫ്രണ്ട്സും പ്രത്യേകിച്ച് ഇന്ത്യ, അവർ ഭയങ്കര ഹാപ്പിയാണ്. ലൈക് ഞാൻ ഇവിടുത്തെ ഫോർത്ത് പ്ലെയർ ആണല്ലോ കോളേജിൽ കിട്ടുന്നത്. സോ എല്ലാരും ഹാപ്പിയാണ്. കൊള്ളാം, അതിലേക്ക് നമുക്ക് വരാം. അപ്പോ നാട്ടിൽ എവിടെയാണ്? നാട്ടില് ഞാൻ കോട്ടയം. എന്റെ അച്ഛന്റെ വീട് കോട്ടയമാണ്, അമ്മയുടെ വീട് കണ്ണൂർ. അപ്പൊ ഞാൻ കോട്ടയത്തായിരുന്നു. അപ്പൊ ഞാൻ കോട്ടയത്തായിരുന്നു പഠിച്ചു വന്നത്. അത് കൊള്ളാം. നമ്മുടെ വളരെ സിമിലാരിറ്റി ഉണ്ട്. എന്റെ വൈഫിന്റെ വീട് കോട്ടയം, എന്റെ ഗ്രാൻഡ് പേരൻസ് അവസാനം കണ്ണൂരായിരുന്നു. കണ്ണൂർ എവിടെയാ? കണ്ണൂർ താബോർ. ഓക്കെ, താബോറോ. ഓക്കെ, എന്റെ ഗ്രാൻഡ് പേരൻസ് തളിപ്പറമ്പ്. കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ നാട് കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് കളത്തിപ്പടി. ഓ, എന്റെ വൈഫിന്റെ ഇത് കുടമാളൂർ. വലിയ ദൂരമൊന്നുമില്ല, അടുത്തടുത്ത്. ഓക്കെ, കൊള്ളാം. അപ്പൊ നാട്ടിൽ തന്നെയാണോ പഠിച്ചു വളർന്നതൊക്കെ? അല്ല, ഞാൻ ഇപ്പോ എന്റെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാ. അവിടെ അവര് സദേൺ റെയിൽവേയിലാ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഒരു 5ാം ക്ലാസ് വരെ അവിടെയായിരുന്നു പഠിച്ചത്. പിന്നെ അവിടെ CBSE ആയതുകൊണ്ട് ബാസ്കറ്റ്ബോൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും ഡിസൈഡ് ചെയ്തു എന്റെ നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോ ഞാൻ കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ഉണ്ടല്ലോ, അവിടെയാ പഠിച്ചത്. ഞാൻ 6ാം ക്ലാസ് തൊട്ട് ഒരു 11th വരെ. ആരുടെ കൂടെ താമസിച്ചപ്പോ അത്രയും കാലം? താമസം അവിടുത്തെ ഹോസ്റ്റലില്. ബിക്കോസ് കോട്ടയത്ത് അച്ഛന്റെ വീടുണ്ട്, അമ്മച്ചിയുണ്ട്. പക്ഷെ അമ്മച്ചി ഒറ്റയ്ക്കായോണ്ട് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് അവര് വിചാരിച്ചു എന്റെ ഹോസ്റ്റലിൽ വിടാനായിരിക്കും എന്ന്. അപ്പൊ 6ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ വീട്ടുകാരെല്ലാരും വിട്ട് ഇങ്ങനെ താമസിക്കാൻ അപ്പൊ തൊട്ട് പഠിച്ചതാ. ഓ മൈ ഗോഡ്, ഹോസ്റ്റൽ ഒരു പുത്തിരിയല്ല. യെസ്. അപ്പൊ ഇതിപ്പോ വാനിന് കുറെ കാലമായിട്ട് ഇത് പരിചയമുണ്ട്. അപ്പോ എങ്ങനെയാണ് ബാസ്കറ്റ്ബോളിലേക്ക് എത്തിച്ചേർന്നത് അല്ലെങ്കിൽ തിരിഞ്ഞത്? ബാസ്കറ്റ്ബോള് ഇപ്പൊ എന്റെ ഫാമിലി, എന്റെ പാരന്റ്സ് പ്ലെയേഴ്സ് ആയിരുന്നു. അവരെ പറ്റി ഒന്ന് പറയാമോ? അവരെ പറ്റി എന്റെ ഫാമിലി രണ്ടുപേരും ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അമ്മ കുറെ വർഷങ്ങളായിട്ട് ഒരു 8-6 വർഷം കളിച്ചിട്ടുണ്ട് ഇന്ത്യ. അമ്മ ക്യാപ്റ്റനും ആയിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ. അങ്ങനെ അവരുടെ ഇങ്ങനെ കേട്ട് അവർ പക്ഷെ എന്നെ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല കളിക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് എന്റെ ചെറുപ്പത്തില് എന്റെ താല്പര്യം ഇങ്ങനെ ബോളൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ തട്ടാനൊക്കെ ഭയങ്കര ട്രിബിൾ ചെയ്യാനോ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ കേറിയതാ. പക്ഷെ ബാസ്കറ്റ്ബോളിന് മുന്നേ ഞാൻ ഈ അത്ലറ്റിക്സിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ചേച്ചിയും കളിക്കുന്നുണ്ട് ബാസ്കറ്റ്ബോള്. അപ്പൊ അങ്ങനെ ബാസ്കറ്റ്ബോൾ കേറിയതാണ്. പിന്നെ എന്റെ സ്കൂളൊക്കെ മാറിയോണ്ട് ബാസ്കറ്റ്ബോൾ കുറച്ചും കൂടെ സീരിയസ് ആക്കി ഞാൻ. അമ്മയുടെ പേരെങ്ങനെയാ? എന്റെ അമ്മയുടെ പേര് ജീന സക്കറിയ. അച്ഛനും ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആയിരുന്നു അല്ലേ? അതെ. എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്? അച്ഛന്റെ പേരെങ്ങനെയാ? അച്ഛന്റെ പേര് സക്കറിയ തോമസ്. എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്? ഇന്ത്യൻ ലെവലും പിന്നെ പുറത്തൊക്കെ കളിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ രാജ്യങ്ങളൊക്കെ പോയി കാണുമല്ലോ. ഓക്കെ, വെറുതെ അല്ല. അപ്പൊ ഒരു എന്താ പറയാ, 2 സോഴ്സിൽ നിന്നും പവർഫുൾ ബാസ്കറ്റ്ബോൾ ഇതുണ്ട്, ജീൻസ്. അപ്പോ ഗിഫ്റ്റഡ് ആ രീതിയിൽ. പക്ഷെ ഗിഫ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല, ഹാർഡ് വർക്ക് അതിന്റെ പുറകിൽ എത്രത്തോളം വേണമെന്ന് അറിയാം. അപ്പോ എങ്ങനെയാണ് ബാസ്കറ്റ്ബോൾ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയത്? എപ്പോ തൊട്ടായിരുന്നു, അല്ലെങ്കിൽ ആ തീരുമാനത്തിലോട്ട് എങ്ങനെ എത്തിച്ചേർന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6ാം ക്ലാസ്സിൽ മാറിയല്ലോ. അപ്പോ അവിടെ ഇനി ഇൻഡിപെൻഡന്റ് പോലെയാവും. ഇപ്പൊ ഞാൻ എല്ലാ കാര്യവും ഞാൻ സ്വന്തമായിട്ടായിരിക്കും ചെയ്യേണ്ടത്. പിന്നെ അവിടെ പിന്നെ കുറെ ചേച്ചിമാരും കാണും കളിക്കാനൊക്കെ. അവരുടെ ഒക്കെ കൂടെ കളിച്ച് പിന്നെ എനിക്ക് കുറെ നാഷണൽസ് കേരള ടീമിന് വേണ്ടി കളിക്കാനും പിന്നെ കുറെ ടൂർണമെന്റ് ഒക്കെ കളിക്കാനൊക്കെ ചാൻസ് കിട്ടുമായിരുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ സ്ഥലങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ പോയോണ്ട് എന്തോ ബാസ്കറ്റ്ബോളോട് ഭയങ്കര ഒരു ഇഷ്ടം. ബാസ്കറ്റ്ബോൾ തന്നെ ഇവിടം വരെ എത്തിച്ചെങ്കിൽ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഭയങ്കര സീരിയസ് ആയി. പിന്നെ ഒരു ഡ്രീം വന്നു, WNBA കളിക്കണം, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, അങ്ങനെയൊക്കെ ഒരു ഡ്രീം വന്നു. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ ബാസ്കറ്റ്ബോളിൽ കളിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് US ചേക്കേറിയപ്പോൾ ആൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതെങ്ങനെ തരണം ചെയ്തു? വെല്ലുവിളി എന്ന് പറയുമ്പോ കുറെ പേര് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എനിക്കൊന്നും പറ്റത്തില്ലായിരിക്കും. ഇവിടെ വന്നാ ഇവിടുത്തെ പ്ലെയേഴ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ഒക്കെയാ. അറിയാം, ഐ മീൻ ഇന്ത്യയിലും അമേരിക്കയിലും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ ഭയങ്കര അഡ്വാൻസ്. അപ്പോ ഒരുപാട് വെല്ലുവിളി കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്ലെയേഴ്സും കോച്ചസും ഇങ്ങനെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്നാ ആൾക്കൊന്നും പറ്റത്തില്ലായിരിക്കും, അവളവിടെ പോയി ഒന്നും ചെയ്യത്തില്ല, കളി കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് ഐ മീൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതും ഒരു ചാലഞ്ച് ആക്കി എടുത്ത് അങ്ങനെ എല്ലാം കൂടെ ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് WNBA ഇപ്പൊ കോളേജിലൊക്കെ കിട്ടിയല്ലോ ഇപ്പൊ. അപ്പൊ അതെല്ലാം ഹാപ്പിയാണ്. ഇനിയും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, പരീക്ഷിക്കുന്നു. അതായത് സ്വന്തം ബാക്കിയുള്ള ഫീഡ്ബാക്ക് നമുക്ക് ഏത് ഫീഡ്ബാക്ക് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ എങ്ങനെ പോസിറ്റീവ് രീതിയിൽ നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കുക അല്ലെ? കാരണം എപ്പോഴും സപ്പോർട്ട് എല്ലായിടത്തും എല്ലാപ്പോഴും ഉണ്ടാവും. ഇത് വളരെ ഹൈലി കോമ്പറ്റേറ്റീവ് ഇതാണ്. ഫിസിക്കൽ ആണെങ്കിലും ഭയങ്കര ടഫ് ഗെയിമാണ്. യെസ്. പിന്നെ ഇപ്പോ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു യുവ അത്ലീറ്റ് എന്ന നിലയിൽ US വന്നപ്പോ ഇവിടുത്തെ സംസ്കാരത്തോടും ജീവിത രീതിയോടും എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് വരുന്നത്? ഇവിടുത്തെ പ്രത്യേകിച്ച് ഐ മീൻ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഇവിടെ ഇത് എന്റെ 3rd ഇയർ അമേരിക്കയില്. അപ്പോ 2 വർഷം മുന്നേ വന്നപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഈ ലാംഗ്വേജിന്റെ കാര്യം. എവിടെ വന്ന ആദ്യം? കാൻസസ്. വളരെ ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ചെറിയ ടൗൺ ആയെങ്കിലും നല്ല സൈലന്റും ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഫുഡിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ ടൈം ചേഞ്ചിങ് എല്ലാം ഈ വീട്ടിലൊക്കെ വിളിക്കാനും. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ജെറ്റ് ലാഗ് കിടന്നുറങ്ങുമ്പോഴൊക്കെ. പിന്നെ ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോ എല്ലാം ശരിയായി വരുന്നു, എല്ലാരുമായിട്ടൊക്കെ മിങ്കിളായി വരുന്നു. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ലാതെ നല്ല രസമായിട്ട് പോകുന്നു. കൂട്ടുകാരൊക്കെ ഉണ്ടാക്കാൻ പറ്റിയോ ആദ്യം തന്നെ? ഇല്ല, ആദ്യം പറ്റിയില്ലായിരുന്നു. ആദ്യം അവരവരുടെ കാര്യങ്ങളൊക്കെ. എന്റെ സ്കൂളിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്. അപ്പൊ കുറെ രാജ്യത്തിനൊക്കെ ആൾക്കാർ പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമേരിക്കൻസ് കുറവായിരുന്നു ആ സ്കൂളിൽ. അപ്പൊ ഒരു കമ്പനിയായി വരാൻ ടൈം എടുത്തു. പിന്നെ ബാസ്കറ്റ്ബോളും എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ പോയി 2 വർഷം. ആരായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആ സമയത്ത്? അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട് പ്രത്യേകിച്ച് കൂടുതൽ മിണ്ടുന്നത് ടീംമേറ്റ്സ് ആയിട്ടാ. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രന്ന്. അപ്പൊ അവളും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒക്കെ. അപ്പൊ ആദ്യം കാൻസസ്, പിന്നെ എങ്ങോട്ടാ പോയത്? ഇപ്പൊ എവിടെയാണ്? ഇനി അടുത്ത സ്ഥലം എങ്ങോട്ടാണെന്ന് വിവരിക്കാം. 2 years കാൻസസിലായിരുന്നു. ഈ വർഷം ഞാൻ ടെക്സാസിലായിരുന്നു. ടെക്സാസ് ഒരു കുഞ്ഞു സ്ഥലം, ഒരു ബിഗ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു വെസ്റ്റ് ടെക്സാസില്. പിന്നെ ഇനി കൊളറാഡോ. ഇനി തണുപ്പിലേക്ക് പോവാണ്. തണുപ്പിലേക്ക് പോവാ. കൊളറാഡോ സ്റ്റേറ്റ്. അതാണ് WNBA ഇതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇട്ടത് അല്ലേ? ആൻഡ് gets into Colorado, she's got the game എന്ന് പറഞ്ഞുകൊണ്ട്. യെസ്. അപ്പൊ ഇതുവരെയുള്ള ഈ ബാസ്കറ്റ്ബോൾ ജീവിതത്തില് ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണ്? അല്ലെങ്കിൽ അത് ഓർമ്മിക്കാൻ കാരണം? ഇന്ത്യ കളിച്ചേണ്ട. അതാണ് എന്റെ ബെസ്റ്റ് ഏറ്റവും വലിയ മൂവ്മെന്റ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇന്ത്യയൊക്കെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ അത് എനിക്ക് ആദ്യമായിട്ട് ഇന്ത്യ കിട്ടിയത് 9ാം ക്ലാസ്സിലാണ്, അണ്ടർ 16. അതായിരുന്നു ഏറ്റവും വലിയ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടന്നത്. പിന്നെ ഇപ്പോ അമേരിക്ക വന്ന് ഹൈസ്കൂളിൽ കിട്ടി. പിന്നെ ഓരോ ഗെയിമും ഓരോ മെമ്മറിയാണ് എനിക്ക്. അതും ഓരോ വിന്നിങ്, ഓരോ ചാമ്പ്യൻഷിപ്പ് ജയിക്കുമ്പോ അതെല്ലാം ഒരു ഭയങ്കര ഒരു മെമ്മറിയാണ് എനിക്ക്. അതൊക്കെ കളിക്കുമ്പോ വേറൊരു ഫീല് അറിയാലോ. അപ്പോ
പിന്നെ കോളേജിൽ കമ്മിറ്റായി. അതൊക്കെ ഏറ്റവും ബിഗസ്റ്റ് മെമ്മറി ഉണ്ട്. ഇപ്പൊ അതിന്റെ അകത്ത് എന്താണ് ഏറ്റവും ഇതായിട്ട് തോന്നിയത്? ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോ എന്തൊക്കെയാണ് റെവലേഷൻസ്, കണ്ണു തുറപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കണ്ണു തുറപ്പിച്ചത്, അതും ആദ്യമായിട്ടാ ഇങ്ങനെ വേറെ രാജ്യത്തിന് വേറെ ആൾക്കാർ. നമ്മൾ ഇത്രയും വർഷം നമ്മുടെ നാട്ടുകാരായിട്ടൊക്കെ അല്ലേ കളിച്ചോണ്ടിരുന്നത്. പിന്നെ പെട്ടെന്നൊക്കെ ഇപ്പൊ ഓസ്ട്രേലിയന്നോ ചൈനയെന്നൊക്കെ ആൾക്കാർ വന്ന് കളിക്കുമ്പോ നല്ല ടഫായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പൂള് വേറെ പൂള്, ഡിവിഷൻ ബി പൂളായിരുന്നു. അപ്പൊ ഇച്ചിരി കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ലൈക് കസക്കിസ്ഥാൻ അവരൊക്കെ ആയിരുന്നു കളിക്കാൻ. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരുമായിട്ടൊക്കെ. പിന്നെ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രസം. ഇവിടെ സ്റ്റേറ്റ് കാൻസസിൽ വന്നപ്പോ അവിടുത്തെ സ്കൂളിന്റെ ആണോ സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആയി അല്ലേ? ബാക്ക് ടു ബാക്ക് രണ്ടു വർഷം ഞങ്ങളായിരുന്നു ചാമ്പ്യൻസ്. അതിന്റെ എങ്ങനെയാണ് അതില് ആനിന്റെ പങ്ക് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ വർഷം ഇവിടെ ഞാൻ 11th ഗ്രേഡ് ഒന്നുകൂടി പഠിക്കാൻ തുടങ്ങി, റിപ്പീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കളിക്കാൻ പറ്റുമല്ലോ. അപ്പോ ഞാൻ 11th ഗ്രേഡ് കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷെ അധികം എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയില്ലായിരുന്നു ആ ഇയർ. പക്ഷെ നെക്സ്റ്റ് ഇയർ എനിക്കൊരു വാശിയായിരുന്നു, എനിക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല, ഇനി നല്ലോണം കളിക്കണം എന്നൊക്കെ. അപ്പോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഞങ്ങൾ വന്നു. അവിടെ എല്ലാവരും നല്ല അടിപൊളി കളി കളിച്ചു. അങ്ങനെ ഞങ്ങൾ ജയിച്ചു. എനിക്ക് MVP ആയിരുന്നു. ഗുഡ്. യെസ്, സോ ഇറ്റ് വാസ് എ ഗുഡ് മെമ്മറി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ത്യയിലെ ബാസ്കറ്റ്ബോൾ കളിച്ചിട്ട് അതും അമേരിക്കയിലെ ബാസ്കറ്റ്ബോൾ തമ്മിൽ ഏറ്റവും വളരെ വ്യത്യാസമായിട്ട് എന്തൊക്കെയാണ് ഇതുവരെ തോന്നിയിരിക്കുന്നത്? എനിക്കൊന്ന് ഫിസിക്കാലിറ്റിയാണ്. ഐ മീൻ ബാസ്കറ്റ്ബോൾ എല്ലാം സെയിം, ലൈക് ഫണ്ടമെന്റൽസും ഷൂട്ടിങ് എല്ലാം സെയിം. ഇവിടെ വരുന്നത് സൈസും സ്പീഡും ആണ് എല്ലാം ചേഞ്ച് ആവുന്നത്. അപ്പോ ഇവിടുത്തെ സൈസും എല്ലാവരും സ്ട്രോങ്ങും ആണ്. ലൈക്ക് എല്ലാവരും 6'5", 6'4" ഒക്കെയാണ് ഹൈറ്റ്. അപ്പോ നല്ല സ്ട്രോങ് ഒക്കെയാണ് ഇവിടെ എല്ലാവരും. ആനിന്റെ ഹൈറ്റ് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയാമോ? എന്റെ ഹൈറ്റ് 6'2". 6'2", വെരി ഗുഡ്. വാവ്, അടിപൊളി അടിപൊളി. അപ്പം ഇതുവരെയുള്ള കോച്ച് അമേരിക്കയിൽ വന്നിട്ട് നല്ല കോച്ചിങ്ങിൽ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് കോച്ചിങ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പൊതുവെയുള്ള വ്യത്യാസം? കോച്ചിങ് വ്യത്യാസമുണ്ട്. ലൈക് നമ്മളിവിടെ കൂടുതലും ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യും. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ബിൽഡപ്പും ആകും. പിന്നെ ടീം വർക്ക് നല്ലോണം ചെയ്യും. പിന്നെ കോച്ച് എപ്പോഴും നല്ല സപ്പോർട്ടാണ്. ലൈക് എല്ലാ പ്രാക്ടീസും പുതിയതായിട്ട് ഇങ്ങനെ പഠിക്കുക. പുതിയ ഡ്രിൽ ആയാലും പുതിയ കാര്യങ്ങളൊക്കെ ആയാലും. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് കുറച്ച് ഡ്രിൽ ചെയ്യും, പിന്നെ കളിപ്പിക്കാൻ തുടങ്ങും 5 on 5, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ നല്ലോണം പഠിക്കാൻ പറ്റുന്ന ഇല്ലായിരുന്നു. പിന്നെ കൂടുതൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പോഴായിരിക്കും പുതിയ എക്സ്പീരിയൻസും അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ വരുവാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. കളിക്കാനും നല്ല ചാലഞ്ചിങ് ആണ്. നമുക്ക് തന്നെ ഒരു ചാലഞ്ച് വരും ഈ എല്ലാ പ്രാക്ടീസും എല്ലാ ഗെയിമും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ കോളേജ് ലെവലിൽ അല്ലെങ്കിൽ ഇത്രയും ലെവലിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലൊരു സ്വപ്നം കൊണ്ടു നടക്കുന്ന പെൺകുട്ടികൾക്ക് ആനിന്റെ ഒരു ഉപദേശം എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത്, ആരെന്തൊക്കെ പറഞ്ഞാലും വിട്ടുകൊടുക്കാൻ പാടില്ല. എത്ര നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഡ്രീം ചെയ്യുക. ഡ്രീം മാത്രമല്ല, ഡ്രീമിന്റെ കൂടെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം നല്ലോണം. അപ്പൊ എപ്പോഴും ഡ്രീം ചെയ്തോണ്ടിരിക്കുക. ഒരു എയിം വേണം നമുക്ക് എല്ലാവർക്കും. സോ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ട് എത്തും. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 5 വർഷം മുന്നേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അമേരിക്കയിൽ വന്ന് കളിക്കുമെന്ന്. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. സോ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, കിട്ടും. ഉഗ്രൻ മെസ്സേജ്. ഈ ഹാർഡ് വർക്ക് ഒരു പ്ലാനിങ് ഉണ്ടോ? എങ്ങനെ ജീവിതത്തിൽ എങ്ങനെയാണ്? അടുക്കും ചിട്ടയുള്ള ജീവിതമാണോ? വളരെ യങ് അല്ലേ, ഇപ്പോഴും ടീനേജർ തന്നെയല്ലേ? അതെ. എങ്ങനെയാണ് ഇത്ര ടീനേജ് പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്ലാനിങ്ങും പരിപാടികളൊക്കെ? എവിടുന്നാണ് ആ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ? പ്ലാനിങ് എനിക്ക് നാട്ടിൽ അത്രയ്ക്കും പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. എല്ലാവരും പോലെ പോകുക, കളിക്കുന്നു, സ്കൂളിൽ പോകുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചും കൂടെ ഒന്ന് പ്ലാനിങ് ആയി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സ്വപ്നമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവിടെ ആ സ്വപ്നം കയറണമെങ്കിൽ നല്ല പാടായിരിക്കും. എനിക്കറിയാം ഇനി കോളേജിൽ പോകുമ്പോ WNB ആയിരിക്കും. പക്ഷെ അതിൽ ആ ഒരു സ്റ്റെപ്പിൽ ഭയങ്കര പാടായിരിക്കും. അത് നല്ല ഹാർഡായിരിക്കും. ഈവൻ അമേരിക്കൻ പ്ലേയേഴ്സിന് പോലും നല്ല ഹാർഡായിരിക്കും അതിനെ കയറാൻ വേണ്ടി. സോ അതിനൊരു പ്ലാൻ ഉണ്ട്. ലൈക് രാവിലെ എണീക്കുക, വർക്ക്ഔട്ട് ചെയ്യുക,
നല്ല എന്നാ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക, ലൈക്ക് നോട്ട് ജങ്ക് ഫുഡ് യുനോ. പിന്നെ ഡിസിപ്ലിൻ ആയിട്ടിരിക്കണം, ലൈക്ക് ബാസ്കറ്റ്ബോൾ ആയാലും കോർട്ടിലായാലും കോർട്ടിന് പുറത്തായാലും. സോ അങ്ങനെ. അപ്പോ ആൻ മേരിയുടെ ജീവിതത്തിനെ ഇതുവരെ കോർട്ടിന്റെ അകത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ബാസ്കറ്റ്ബോൾ ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് വളരെ ഒരു എടുത്തു പറയാവുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ഇൻഫ്ലുവൻസ് ചെയ്ത്? ഇൻഫ്ലുവൻസ് ചെയ്തത് ഞാൻ എനിക്ക് ഒരുപാട് ഈ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഞാൻ കാണും. ലൈക്ക് ഈ നല്ല ലെജൻസ് അല്ല ബാസ്കറ്റ്ബോളിലൊക്കെ, ഈ കോബി ബ്രയന്റ്, മൈക്കിൾ ജോർഡൻ, അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരു ഇൻസ്പിറേഷൻ പോലെ ലൈക്ക് എനിക്ക് ഇതുപോലെ കളിക്കണം. അവരിങ്ങനെ പറയും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, ഡിസിപ്ലിൻ ആവണം ഇങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ കളിക്കാനും. സോ അതിനു വേണ്ടി കോർട്ടിൽ ഇങ്ങനെ നല്ലോണം വർക്ക് ചെയ്യുന്നു. പിന്നെ അതൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ കൊളറാഡോ സ്റ്റേറ്റിലോട്ട് പോകാൻ പോകുന്നത് എന്താണ് ഇമീഡിയറ്റ് പ്ലാൻസ്? നെക്സ്റ്റ് വളരെ ഇമീഡിയറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? കൊളറാഡോ സ്റ്റേറ്റിൽ പോകുന്നു, ലൈക്ക് ഞാൻ ജൂണിലേക്ക് പോകും. ലൈക്ക് ജൂണിലായത് അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സമ്മർ സെക്ഷനും അവിടെ എന്തോ ടൂർണമെന്റ് ഉണ്ട്. ഇപ്പൊ പുറത്തൊക്കെ ഇങ്ങനെ പോയി കളിക്കാനൊക്കെ പോകും. സോ അതായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ സ്കൂളൊക്കെ തുറക്കും, കോളേജ് ഒക്കെ തുറക്കും. പിന്നെ ടൂർണമെന്റ് NCAA ടൂർണമെന്റ് തുടങ്ങും, ലൈക്ക് നവംബർ ഒക്കെ ആകുമ്പോ. സോ ഇനി എന്റെ ഫേവറേറ്റ് ബാസ്കറ്റ്ബോൾ ടീം കൊളറാഡോ സ്റ്റേറ്റ് ആയിരിക്കും. ഞാൻ പൊതുവെ വിമൻസ് ബാസ്കറ്റ്ബോൾ ശ്രദ്ധിക്കാറില്ല. ഇനി എന്തായാലും അതിന്റെ സ്കോർ എന്തായി, എത്ര സ്കോർ ചെയ്തു എന്നായിരിക്കും. അപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എന്താണ് പഠിക്കുന്ന? ഡിഗ്രി എന്താണ്? സൈക്കോളജി. സൈക്കോളജി. അപ്പൊ അത് എത്ര ക്ലാസ്സുകളുണ്ട്? ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? അതിനെ പഠിത്തത്തിന്റെ കാര്യം ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? പഠിത്തവും ഇതും കൊണ്ടുവന്നെന്ന് വെച്ചാ ഇവിടെ എന്ന് പറയുമ്പോ അതിനനുസരിച്ചുള്ള ടൈമിംഗ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ പ്രാക്ടീസിന് ഒരു ടൈമിങ്, അത് കഴിഞ്ഞിട്ട് എല്ലാവരും സ്റ്റഡി ഹാൾ എന്ന് പറയുന്ന ഒരു 2.5 hours ടൈമിംഗ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി തന്നെ, ബാസ്കറ്റ്ബോളേഴ്സിന് വേണ്ടി തന്നെ മാറ്റി ഇങ്ങനെ ടൈം വെക്കുന്നുണ്ട്, പ്രാക്ടീസും സ്റ്റഡി ഹാളും. അപ്പൊ എല്ലാ ദിവസവും ഇതിന് വേണ്ടി പോകുന്നുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ട്. സോ പക്ഷെ നമ്മളും കൂടെ ഒന്ന് വിചാരിക്കണം, പഠിത്തവും ഇമ്പോർട്ടന്റ് ആണ്, ബാസ്കറ്റ്ബോളും ഇമ്പോർട്ടന്റ് ആണ്. സോ എത്രയാണ് GPA റിക്വയർമെന്റ് വല്ലതും ഉണ്ടോ? GPA കഴിഞ്ഞ സെമസ്റ്റർ ഈ സെമസ്റ്ററിന്റെ എനിക്ക് അറിയത്തില്ല, അത് ഇപ്പൊ ക്ലാസ് നടന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സെമസ്റ്റർ എനിക്ക് 3.67. ഓ ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ബാസ്കറ്റ്ബോൾ മാത്രമല്ല, പഠിത്തവും നല്ല അടിപൊളിയായിട്ട്. വെൽ ഡൺ, വെൽ ഡൺ. ഇവിടെ സ്റ്റഡീസും വേണം. ഒരു പഠിത്തം ഇല്ലെങ്കിൽ കോളേജിൽ കളിക്കാൻ പറ്റത്തില്ല. സോ അതും കൂടെ കൊണ്ടുപോകണം. അപ്പൊ അതൊരു നല്ല സന്ദേശമാണ് ഇത് കേൾക്കുന്നവർക്ക്. രണ്ടും കൂടെ കൊണ്ടേ നടക്കാനുള്ള ആ കഴിവ് അത് വളരെ അത്യാവശ്യമാണ്. കൊള്ളാം. അപ്പൊ ഈ ബാസ്കറ്റ്ബോൾ അല്ലാതെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ആനിന്റെ, അല്ലെങ്കിൽ ഹോബീസ്, പാസ്റ്റ് ടൈംസ്? ഹോബീസ് എന്ന് പറയുമ്പോ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ചെയ്യാം, ലൈക്ക് ഹാങ് ഔട്ടിന് പോവാൽ. അല്ലാതെ മ്യൂസിക് കേൾക്കുക, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. നെറ്റ്ഫ്ലിക്സ് കാണുക, പിന്നെ സമയം കിട്ടുമ്പോ ഒക്കെ കോർട്ടിൽ പോയി കുറച്ച് ഷൂട്ട് ചെയ്യും. അതൊക്കെയാണ് എന്റെ ഹോബീസ്. ഈ പാട്ട് എന്തൊക്കെ തരം പാട്ടുകളാണ് ഇഷ്ടം? പാട്ട് ഞാൻ കൂടുതൽ കേൾക്കുന്നത് ഇന്ത്യൻ സോങ്സ് ആണ്. ലൈക്ക് ഇംഗ്ലീഷ് കേൾക്കും, എന്നാലും ഒരു മലയാളം, തമിഴ്, ഹിന്ദി ഒക്കെ അങ്ങനെയൊക്കെ. മലയാളത്തിൽ ആരുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? മലയാളത്തില് പേര് ഓർമ്മ കിട്ടുന്നില്ല, കുറെ പേരുണ്ട്. പക്ഷെ തമിഴ് കൂടുതൽ കേൾക്കുന്ന AR റഹ്മാൻ, അവരൊക്കെ. ഏതാണ് ഫേവറേറ്റ് പാട്ട് മനസ്സിൽ ഇപ്പൊ ആദ്യം വരുന്ന പാട്ട്? ഇപ്പൊ AR റഹ്മാന്റെ മറ്റേ ന്യൂയോർക്ക് നഗരം. അപ്പോ ഇനി ആൻഡ് ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഭാവി സ്വപ്നം എന്ന് പറയുമ്പോ WNBA ആണ് കളിക്കാൻ. അതെനിക്കറിയാം. സ്ട്രേറ്റ് WNBA തന്നെ. എനിക്ക് 9th തൊട്ട് തുടങ്ങിയത് ഈ WNBA കളിക്കണം. പക്ഷെ അമേരിക്ക വരും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് WNBA തന്നെ കളിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഇനി കോളേജിൽ പോകുമ്പോ എനിക്ക് 3 years ഉള്ളു കോളേജില്. ബിക്കോസ് ഞാൻ ഇവിടെ ജൂനിയർ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഒരു 1 year ഉള്ളൂ. 1 year ഞാൻ ഇവിടെ പഠിച്ചു. ഇനി അടുത്ത എനിക്ക് 3 years ഉള്ളു. സോ
അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. പിന്നെ കൊളറാഡോ സ്റ്റേറ്റ് എങ്ങനെ പിന്നെ ജയിക്കാനും ഉള്ള ഇതൊക്കെ ടീമേറ്റ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞോ അതോ ഇനി പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളോ? ഇനി പരിചയപ്പെടാൻ പോകുന്നുള്ളു. ഓക്കെ, ഗുഡ്. എന്നാ അപ്പൊ മൂവ് ചെയ്യുന്നത് ജൂൺ ആണോ അതോ അതിന് മുമ്പ്? ജൂൺ ജൂണിൽ മൂവ് ചെയ്യും. ഓക്കെ. സാധനങ്ങൾ എങ്ങനെ അധികം ഉണ്ടോ പാക്ക് ചെയ്യാൻ വേണ്ടി അതോ വലിയ കുഴപ്പമില്ല? അധികം ഉണ്ട്, കുറച്ചൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ താമസിക്കുന്ന അവിടെ അപ്പാർട്ട്മെന്റ്സിലായിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ സ്ഥലം ഉണ്ടാവോ? ആ കോളേജില് ഞങ്ങള് ഒരു കുറച്ച് ടീം ഇങ്ങനെ വീട്ടിലാ താമസിക്കുന്നത്. അപ്പോ അങ്ങനെ കുറച്ച് 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 ടീം ഇങ്ങനെ ഓരോ വീട്ടിൽ ഇങ്ങനെ താമസിക്കും. സോ ക്യാമ്പസിന്റെ അടുത്തൊക്കെ തന്നെ. ഓക്കെ. സ്കോളർഷിപ്പ് ഉണ്ടല്ലേ ഇതിന്റെ കൂടെ? ഫുൾ സ്കോളർഷിപ്പ്. ഗ്രേറ്റ്, ഗ്രേറ്റ്. അപ്പം അച്ഛനും അമ്മയും ആനിന് വേണ്ടി കുറെ ഇങ്ങനത്തെ എന്താ ത്യാഗം സഹിച്ചു. അത് ഇതുവരെ ആനും കുറെ ത്യാഗങ്ങൾ സഹിച്ചു, ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം ഇവിടം വരെ എത്തി. അടിപൊളി. പിന്നെ ഒരു ചോദ്യം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാണ്, ആനിന് കേരളത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? കേരളം എങ്ങനെയായി തീരണം, എങ്ങനെയുള്ള കേരളമാണ് മനസ്സിലോ എന്നുള്ളത്? അത് ടഫാണ്. എനിക്ക് ഇപ്പൊ ഞാൻ സ്പോർട്സിന്റെ കാര്യങ്ങൾ, ബാസ്കറ്റ്ബോൾ മാത്രമല്ല എല്ലാ സ്പോർട്സിലും ഞാൻ ഇങ്ങനെ പറയാ, നല്ലോണം സപ്പോർട്ട് ചെയ്യുക സ്പോർട്സിന്. ലൈക്ക് നോട്ട് ഓൺലി ബോയ്സ്, ഗേൾസിനും നല്ല സപ്പോർട്ട് വേണം. ഇപ്പോ ആയി വരുന്നു. ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ കുറച്ചും കൂടെ ഗേൾസിന് വേണം എന്ന് ഞാൻ പറയത്തുള്ളൂ. സോ നോട്ട് ഓൺലി കേരള, എല്ലാ ഈ ഇന്ത്യ ഫുള്ളും. സോ എനിക്ക് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ പറയുള്ളൂ. റോൾ മോഡൽസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതിനെ ലുക്കപ്പ് ചെയ്യുന്ന ആൾക്കാര്? എനിക്ക് റോൾ മോഡൽസിൽ അങ്ങനെ പറയുന്ന അങ്ങനെ ആരുമില്ല. ഞാൻ എന്നെ തന്നെ എനിക്ക് ബിൽഡപ്പ് ചെയ്യണം അങ്ങനെ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഞാൻ കളി വാച്ച് ചെയ്യുന്നത് WNBA പ്ലസ് കാൻഡിസ് പാർക്കർ. ഇപ്പോ ലാസ് വേഗസിലാണ് കളിക്കുന്നത്. എനിക്ക് ഒന്ന് ആ പ്ലെയറിന്റെ കളിയും എന്റെ കളിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ലൈക് ഷീ ഈസ് ലൈക് 6'5". അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ സിമിലാരിറ്റീസ് ഉണ്ട്. സോ അപ്പൊ ആ പ്ലെയറിന്റെ കളി കാണാനും ഓൺ ദ കോർട്ട് ഓഫ് ദ കോർട്ട് എല്ലാം നല്ല രസമുണ്ട്. സോ കാൻഡിസ് പാർക്കർ. അടിപൊളി. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രോതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഇല്ല, എനിക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാ, ഡ്രീം ചെയ്യാ, ഒരിക്കലും ഡോണ്ട് ഗിവ് അപ്പ്. അടിപൊളി. അപ്പൊ വളരെ വളരെ നന്ദി കേട്ടോ ഈ ഡ്രീം മലയാളം പോഡ്കാസ്റ്റിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന്. എല്ലാം നല്ലതായിട്ട് വരട്ടെ, ഇതിനെക്കാട്ടും ഉയരത്തിലേക്ക് പോകട്ടെ, WNBA തന്നെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. നിങ്ങൾക്ക് ഈ സംഭാഷണം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻ മേരിക്ക് WNBA എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.